ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും അതിനെക്കുറിച്ച് തന്നെയാണ്. അല്ല, ഇത് പ്രത്യേകിച്ച് നമ്മുടെ കമ്പനിയെ കുറിച്ചല്ല, കമ്പനിയുടെ സിഇഒയുടെ ഒരു തള്ളിനെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു നാട്ടുകാരുടെ സ്നേഹം. ഒരു ഭഗവതി ടെമ്പിളിൽ അവിടെ ഫ്ലക്സ് വെച്ചെന്നും അവിടെ LED ഡിസ്പ്ലേ ചെയ്തു എന്നുമൊക്കെയുള്ള കാര്യമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥയിലേക്കാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ആൾറെഡി ഞാൻ പറഞ്ഞതാണ്, 2 ലക്ഷം രൂപയാണ് ആ ഭഗവതി ടെമ്പിളിൻ്റെ ശരിശ്ശേരിക്കാവ് ഭഗവതി ടെമ്പിളിൻ്റെ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് ശ്രീനാഥ് പ്രതാപൻ നൽകിയത് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരോട് സഹകരിക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. അവിടെ ഫ്ലക്സ് വെച്ചത് ശ്രീനാഥ് പ്രതാപൻ്റെ ആൾക്കാരാണ്. ഇവർ നിർദ്ദേശിച്ച പ്രകാരമാണ് അവിടെ ആ ഒരു LED ഡിസ്പ്ലേ വച്ചത്. അപ്പോൾ അതിലൊന്നും തെറ്റില്ല എന്നും അവർ നമ്മുടെ മുഖ്യ സ്പോൺസറാണെന്നും അവർ 2 ലക്ഷം രൂപ തന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുമാണ് ആ അമ്പല കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത്. എന്നാൽ ശ്രീനാഥ് പ്രതാപൻ്റെ മറ്റൊരു തള്ളായിരുന്നു എല്ലാവരുടെയും നാട്ടുകാരുടെ സ്നേഹം എന്നുള്ള കാര്യം. നാട്ടുകാരുടെ സ്നേഹം എന്നുള്ളത് ഇങ്ങനെയാണ്. അവിടെ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ സമയത്ത് എല്ലാവരും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപകടം സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്നോണം എല്ലാവരെയും ഒരു കയർ കെട്ടി എല്ലാവരെയും മാറ്റി നിർത്തിയ സമയത്ത് ആചാരപ്രകാരം ആ വെടിക്കെട്ടിന് തിരികൊളുത്തുന്ന ആള് ആ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവരുടെ രംഗപ്രവേശം ഇത്തവണ ആ പ്രസിഡൻറ്റിൻ്റെ കൂടെ തിരികൊളുത്തുന്ന സമയത്താണ്. അപ്പോൾ എല്ലാവരും തന്നെ പ്രസിഡൻറ്റിനെയും ഇവരെയും നോക്കി എന്നല്ലാതെ ഇവരുടെ പേര് വിളിക്കാനോ ഇവരോട് അതിനുശേഷം ഇവരോട് സംസാരിക്കാനോ ആ നാട്ടിലെ ഒരു കുഞ്ഞു പോലും തയ്യാറായില്ല എന്നതാണ് സത്യം. ഇത് സത്യമാണ്. ആ ഭഗവതിക്കാവിലെ കാഴ്ചക്കാരായിരുന്ന ആൾക്കാരാണ് ഇത് പറയുന്നത്. ഈ ഒരു പവിത്രമായ അമ്പലത്തെക്കുറിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. നിഷ്കളങ്കരായ ആൾക്കാർ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത് ഈ പാവപ്പെട്ട നാട്ടുകാർ ഒരിക്കലും ഈ തട്ടിപ്പിൻ്റെ ഒപ്പമില്ല എന്നതിൻ്റെ സാക്ഷ്യപത്രം കൂടിയാണ്. അവരൊന്നും ഇത്രയും ആയിരക്കണക്കിന് കോടി വെട്ടിച്ച ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്നത്.